പിന്നെ ഞാൻ ഇന്ന് എല്ലാവർക്കും ഒരു ഹെൽത്തി പുഡിങ് പരിചയപ്പെടുത്താം കേട്ടോ. എനിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിച്ചേ മതിയാവും. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും മോളുടെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ എടുത്ത് കഴിക്കാം. ശരിക്കും പറഞ്ഞ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു. ഇതൊരു ബോട്ടിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തങ്ങ് വെച്ച് കഴിയുവാണെങ്കിൽ ഓരോ സ്പൂൺ നമ്മുടെ ആഹാരമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം. ഭയങ്കര സംഭവമൊന്നുമല്ല അത് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോഫി ചിയ പുഡിംഗ് ആണ്. പുഡിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ എടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് നിങ്ങൾക്ക് ഫാറ്റ് ഇല്ലാത്ത ലോ ഫാറ്റും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചിയ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഏകദേശം 3.5 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ചിയ സീഡ്സ് അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ ഇങ്ങനെ കുതിർന്ന് വരില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കോഫി പൗഡർ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്താൽ മതി. മധുരത്തിന് വേണ്ടി മേപ്പിൾ സിറപ്പാണ് ഞാൻ ചേർത്തത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് കയ്യിലില്ലാത്തവർ തേൻ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുഡിംഗ് ആണല്ലോ, അപ്പോൾ തണുപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഒരു ഏകദേശം 4 മണിക്കൂർ ആയാലും ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. ഞാനൊരു 7 മണിക്കൂറോളമൊക്കെ വെച്ചു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തന്നെ നമുക്ക് പുഡിംഗ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രീക്ക് യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ജാർ എടുത്ത് ഗ്രീക്ക് യോഗട്ട് ഇടുക, പിന്നീട് നമ്മുടെ പുഡിങ് കുറച്ചിടുക, വീണ്ടും ഗ്രീക്ക് യോഗട്ട് ഇടുക. എന്നിട്ടൊരു ലെയർ പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ ഒന്ന് നമ്മൾ തൂവി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടി ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയും ഒരു ടേസ്റ്റും, നമ്മളെന്തോ റിച്ച് സാധനം കഴിക്കുന്നൊരു ഫീലൊക്കെ നമുക്ക് വരും. അതിനുശേഷം വീണ്ടും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. വളരെ കുറച്ച് സമയം മതി. പെട്ടെന്ന് തന്നെ ചോക്ലേറ്റും നമ്മുടെ തൈരെല്ലാം അങ്ങ് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈസി കോഫി ചിയ പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം ഹെൽത്ത് നോക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.